ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാം, പിന്നെ ഫുൾ ചെക്കപ്പ്, ക്ലച്ച്, ബ്രേക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രേക്ക് ക്യാമറ അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ. ബാക്ക് വീലിൻ്റെ ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ബാക്ക് ടയറൊക്കെ പുതിയ ടയർ കിടക്കണേ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. അതേപോലെ എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്, പുതിയ ഫിൽറ്ററാണ് കേട്ടോ. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളൂ. അതേപോലെ ബാറ്ററി നമുക്കിത് പിരിക്കുന്ന എക്സൈഡിൻ്റെ ബാറ്ററിയാണ്, വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 13 വോൾട്ട് കാണിക്കുന്നുണ്ട്, 13.10 അതിൻ്റെ വോൾട്ട് കപ്പാസിറ്റി വോൾട്ട് കാണിക്കുന്നത്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.82 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വോൾട്ട് ഒരല്പം കുറവായി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ വേറെ പ്രോബ്ലം ഒന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്, ഓയിൽ ചേഞ്ച് കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങൾ, എഞ്ചിൻ്റെ ഭാഗത്ത് വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു. ഫ്രണ്ട് ഷോക്കിൻ്റെയും ബാക്ക് ഷോക്കിൻ്റെ ആക്ഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫ്രണ്ടിലത്തേലും ടയറൊക്കെ നല്ല ടയറാണ്. 18,900 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ടയറൊക്കെ അതേപോലെ തന്നെ ഇരിക്കട്ടെ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ടയറിൻ്റെ എയർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. കാലിപ്പർ ബ്രാക്കറ്റിൽ നിന്ന് ബൂട്ടൊക്കെ ഒന്ന് അഴിച്ച് ബൂട്ട് ഭാഗമൊക്കെ ഒന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചാണ് കേട്ടോ. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, ഏകദേശം ഒരു പകുതിയുടെ അടുത്തായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് വീൽ ബെയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ കാലിപ്പർ ബ്രാക്കറ്റ് ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുക്കേണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ അഴിച്ച് കൂട്ടത്തിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട്. സ്പാർക്ക് പ്ലഗ് ആയാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, പുതിയ പ്ലഗ് കിടക്കണം കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ജനറലായിട്ടുള്ള സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമേ ഉള്ളൂ, വേറെ കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല. ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ സർവീസ് പീരിയോഡിക് സർവീസിൻ്റെ ടൈമിൽ ആ സർവീസിൻ്റെ വർക്കുകൾ മാത്രമാണ് നമുക്ക് വന്നേനെ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഏകദേശം നമുക്കൊരു 2:30-3 മണിക്കുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ ബില്ല് അയക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം.